അമ്മയ്ക്ക് ഒന്ന് കൊടുത്ത് നോക്കിയിട്ട് റിയാക്ഷൻസ് നോക്കാം. വേഗം വായിലിട്ടോ. എങ്ങനെയുണ്ട്? കൊള്ളാവോ? പുളിയാ. പുളിയും എരിവില്ലേ? കൊള്ളാവോ? സൂപ്പറാണ്. സൂപ്പർ. ഇങ്ങോട്ട് നോക്കി പറ. സൂപ്പർ ഗൈസ്, അടിപൊളി. ആടി കിടന്നിട്ട് ഫോണ് പോലും കാണുന്നില്ല ഗൈസ്. എല്ലാം ഫിനിഷ്, ഫുൾ കംപ്ലീറ്റ് നക്കി തടച്ച്. എന്താണ് പരിപാടികൾ? ഹലോ ഗൈസ്, ഞാൻ ഇവിടെ പൊട്ടറ്റോ സ്മാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ ഇന്നൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ പോവാണ്. സ്പെഷ്യൽ എന്നല്ല, നമ്മളിവിടെ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോവാണ്. ഇവിടെ ഞാനും എൻ്റെ അനിയത്തിക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. എന്താണെന്ന് വെച്ചാൽ ഗൈസ്, നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? നിനക്കറിയാം ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാനിപൂരി. അപ്പോൾ എനിക്കും അനിയത്തിക്കും ഈ ഒരു സാധനം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപാടും കഴിക്കില്ല. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ് ഈ പാനിപൂരി. ഞാനിങ്ങനെ കടയിൽ നിന്നൊക്കെ വാങ്ങി ഒരുപാട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് വീട്ടിൽ ഉണ്ടാക്കാം എന്ന്. സോ അതുകൊണ്ട് ഞാൻ ആദ്യമേ കിഴങ്ങ് പുഴുങ്ങി അതിങ്ങനെ ഉടച്ചുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് ആ ഒരു പരുവാക്കി ഇങ്ങനെ ഉടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് പാനിപൂരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പുറത്ത് പോയ സമയത്ത് പാനിപൂരിയുടെ കിറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് വാങ്ങി അന്ന് യൂസ് ചെയ്ത് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ എപ്പോഴും ഞങ്ങളിങ്ങനെ പുറത്ത് പോയി കഴിക്കലാണ് പതിവ്. എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പാനിപൂരി. ഞാൻ എറണാകുളത്തുണ്ടായിരുന്ന സമയത്തും അല്ലാതെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോട്ടയത്തൊക്കെ ഇഷ്ടംപോലെ ഞാൻ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ നാളായിട്ട് പാനിപൂരി ഒന്നും കഴിക്കുന്നില്ല. അപ്പം ഞാനിങ്ങനെ പാനിപൂരിയുടെ കിറ്റ് കണ്ടപ്പോൾ വാങ്ങാമെന്ന് വെച്ചു. കാരണം കഴിഞ്ഞ ആഴ്ച എപ്പോഴും ഞങ്ങളിങ്ങനെ പാനിപൂരി കഴിക്കണം, മേടിക്കണം, ഉണ്ടാക്കണം എന്നൊക്കെ ഇങ്ങനെ ഒരിത് വന്നു, പ്ലാനിങ് ഉണ്ടായി. അപ്പം ഇന്നങ്ങനെ അവസരം വന്ന് ഞങ്ങൾ ആ പാനിപൂരി കിറ്റ് ഉണ്ടാക്കി. അപ്പം ഇതിൽ കുറേ ഓൾറെഡി ഇതൊരു എന്താ പറയുക, ഒരു ഈസി കിറ്റ്, 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന കാര്യമേ ഉള്ളായിരുന്നു. ഇതിനകത്തുള്ളത് ആ പൂരിയുടെ പപ്പടം പോലെ ഇരിക്കുന്ന സാധനം, പിന്നെ മിൻറ്റ് ചട്നി ഉണ്ട്, സ്വീറ്റ് ടാമറിൻഡ് ഉണ്ട്, ഡേറ്റ് ചട്നി, മറ്റേ പുളിവെള്ളം എന്നാണ് ഞാൻ പറയുന്നത്, ആ പുളിവെള്ള സാധനമുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കേണ്ട രീതിയും കാര്യങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഒരു 400 ഗ്രാം ബോയിൽഡ് പൊട്ടറ്റോ അത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങൾ ആദ്യം കണ്ടുകൊണ്ടിരുന്നത്. പൊട്ടറ്റോ സ്മാഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2-3 ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഉള്ളി ഞാൻ അരിഞ്ഞിട്ടുണ്ട്, അരിഞ്ഞ് ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് 50 പാനിപ്പൂരിയുടെ ആ ഒരു സാധനം നമുക്ക് അത്രയൊന്നും ഞാൻ ഇന്ന് എടുക്കുന്നില്ല. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് വെച്ചാൽ 20 എണ്ണം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ 20 എണ്ണം ഉണ്ടാക്കാമെന്ന് തിന്നോന്നൊന്നും എനിക്കറിയില്ല, എന്തായാലും ഉണ്ടാക്കാം. പിന്നെ ഇതിൽ 5 സ്റ്റെപ്പ് ഉണ്ട്. 5 സ്റ്റെപ്പ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യണം, കുക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. 2 കിഴങ്ങ് പുഴുങ്ങി ഞാനത് സ്മാഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2-3 ഉള്ളി ഞാൻ എടുത്തിട്ടില്ല, ഒരു ഉള്ളിയുടെ പകുതിയെ എടുത്തിട്ടുള്ളൂ. കാരണം എനിക്ക് സവോള അതിനകത്ത് അത്ര ഇടുന്നത് ഇഷ്ടമല്ല, കുറച്ചിട്ടാൽ മതിയല്ലോ. പാനിപ്പൂരിക്കകത്ത് നമ്മൾ കഴിക്കാൻ വേണ്ടി ആ ഒരു ഫില്ലിങ്ങിന് വേണ്ടി ഞാൻ ഓൾറെഡി ആദ്യം 2 കിഴങ്ങ് പുഴുങ്ങി സ്മാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് സോൾട്ടും കൂടി ഒന്ന് ഇട്ടേക്കാം, സോൾട്ട് ഇട്ട് വെച്ചേക്കാം. അതിനുശേഷം ആവശ്യത്തിന് സവോള, ഇതൊരു ഒരു സവോള, വലിയ സവോള 1, അതിൻ്റെ പകുതിയാണ് ഞാൻ ഇട്ടേക്കുന്നത്. കാരണം എനിക്ക് വലിയ സവോള അതിനകത്ത് ഇടുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഒരു വലിയ സവോളയുടെ പകുതി എടുത്തിരിക്കുന്നത്. ഇത് കുഞ്ഞായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് കിഴങ്ങിനകത്ത് ഉപ്പിട്ടിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കി വെച്ചേക്കാം. അപ്പം ഇതാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന ആച്ചി പാനിപൂരിയുടെ ഈ ഒരു കിറ്റ് വന്നിട്ട്. ഇതൊരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാമെന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് നോക്കാം എത്ര മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാമെന്ന്. പിന്നെ ഇതിൻ്റെ ഈ കിറ്റിൽ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ പൂരി പെല്ലറ്റ്സ് ഉണ്ട്, പിന്നെ മിൻറ്റ് ചട്നി ഉണ്ട്, സ്വീറ്റ് ടാമറിൻഡ് ഡേറ്റ്സ് ആൻഡ് ചട്നി ഉണ്ട്, പിന്നെ സീസണിങ്ങും ഉണ്ട്. പിന്നെ ഇത് റെഡി ടു കുക്കാണ്. ഇൻഗ്രീഡിയൻസും എല്ലാം ഉണ്ട്. പാനിപൂരിയുടെയും മിൻറ്റ് ചട്നിയുടെ പേസ്റ്റും സ്വീറ്റ് ടാമറിൻഡ് ഡേറ്റ്സിൻ്റെ ചട്നിയുടെ പേസ്റ്റും സീസണിങ്ങിലും അതിൽ എന്തൊക്കെ
എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആയിട്ടെന്ന് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ കുക്കിംഗ് ഡയറക്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഇതിന് 5 സ്റ്റെപ്പൊക്കെ ഉണ്ട്. അൺബോക്സ് ചെയ്ത് കഴിഞ്ഞ് വരുന്നത് എന്നാന്ന് വെച്ചാൽ നല്ല പാക്കാണ് കേട്ടോ. ഇതൊരു 50 പൂരീസ് വരുന്നൊരു ഫാമിലി പാക്കാണ് കേട്ടോ. ഇതിലാദ്യം തന്നെ അവർ 50 പൂരീസ് അടങ്ങിയിട്ടുള്ളൊരു പാക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ ദാണ്ട് ഇത് നമ്മുടെ ചട്നീസിൻ്റെ ഇതാണ്. ഇത് ഫാമിലി പാക്ക് ആയതുകൊണ്ടാണ് ഈ 2 എണ്ണം വെച്ച് വന്നത്. മിനി പാക്ക് ആകുമ്പോൾ ഒറ്റ പാക്കേ വരത്തുള്ളൂ. ഫസ്റ്റ് വണ്ണം മിൻറ്റ് ചട്നിയാണ് വന്നത്. ഇതാണ് സ്വീറ്റ് ടാമറിൻ ഡേറ്റ്സ് ആൻഡ് ചട്നി. ഇത് കിടു സാധനമാണ് കേട്ടോ. ഇത് 2 എണ്ണം ഉണ്ട് കേട്ടോ. 2 പാക്കാണ് വന്നിരിക്കുന്നത്. എല്ലാം ഈ 2 എണ്ണം വെച്ചാണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു സീസണിങ്ങും വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മറ്റേ ഫില്ലിങ്ങിൽ വേണ്ട ആ ഒരു മസാല. ഈ ഒരു സീസണിങ് ആണ്. നല്ല എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിത് ഓൾറെഡി നേരത്തെ ട്രൈ ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കിത് അറിയാം. അപ്പം ഇത്രയുമാണ് നമ്മുടെ പാക്കിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ വരുന്നത്. പിന്നെ നിങ്ങളെ ഞാൻ പൂരി പൊട്ടിച്ച് കാണിച്ചു തരാം. പൂരി പെല്ലക്സ് നല്ല ഓവൽ ഷേപ്പാണ്. ഇത് 50 എണ്ണം ഉണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. നമ്മുടെ മറ്റേ പപ്പടം കാച്ചുന്ന പോലത്തെ സാധനം, നമ്മുടെ മറ്റേ ഉണക്ക കൊണ്ടാട്ടമൊക്കെ ഇല്ലേ, അതുപോലത്തെ സാധനം പോലെയാണ്. ഇങ്ങനെയാണ് നല്ല ഓവൽ ഷേപ്പുള്ള നമ്മുടെ പൂരി. നമ്മളിത് ഫസ്റ്റ് തന്നെ നമ്മളിത് സ്റ്റൗ കത്തിച്ചിട്ട് നല്ല കുഴിയുള്ള ഒരു പാത്രമാണ്, നല്ല ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് പൊള്ളിച്ചെടുക്കാൻ പറ്റുമല്ലോ. പാനാണെങ്കിൽ നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പോൾ നല്ല കുഴിയുള്ളത് എടുക്കുക. എണ്ണ ഒഴിക്കുക, ചൂടാക്കുക. എണ്ണ ചൂടാകുമ്പോഴേക്കും നമ്മുടെ ആ പൂരി പെല്ലക്സ് ഇട്ട് കൊടുത്തിട്ട് നല്ലത് പൊള്ളിച്ച് വരികയാണ്. അപ്പോൾ നല്ല വീർത്ത് ഉണ്ട മാതിരി പോലെ ആവും കേട്ടോ. അപ്പോൾ നല്ല രസമാണ് ഇങ്ങനെ പൊന്തി വരിക. നമ്മുടെ പപ്പടമൊക്കെ കാച്ചട ആ ഒരു സെയിം സാധനം തന്നെയാണ്. ഇത് കരിഞ്ഞ് ഒത്തിരി ഓവറായിട്ട് ബ്രൗൺ ആകണ്ട, ഒരു ലൈറ്റ് ബ്രൗൺ ആയാൽ മതി. നമ്മുടെ സ്റ്റൗ സ്ലിമ്മിലിട്ടിട്ട് ആക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് കരിഞ്ഞു പോകും. ഇത് ഇട്ട ഉടനെ ആ ചൂടെണ്ണയ്ക്കകത്ത് ഇട്ട ഉടനെ തന്നെ പെട്ടെന്ന് ഇങ്ങനെ പൊന്തി വരും. അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഇത്രയും സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. 2-3 കുറേ നമ്മൾ വറുത്ത് കോരി ഇപ്പം എടുത്തിട്ടുള്ളത്. ഈ സൈസിൽ നിന്നാണ് ഈ സൈസിലോട്ട് ഇതാവുന്നത്. ഉണ്ടാ ഒരു ഓവൽ ഷേപ്പാണ് കേട്ടോ. ഇത് വരുമ്പോഴേക്കും ഒരു റൗണ്ട് പോലെ ഇരിക്കും. നമ്മൾ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഹോൾ ഇട്ടിട്ടായിരിക്കും മസാല ഒക്കെ ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇടാൻ പോവാം. ഇട്ടോ മതി 2 ഇട്ടാൽ മതി. ചെറിയ ഇതായതുള്ള പാത്രമായിരുന്നു. ഇവിടെ ഒരു കണ്ണിലേക്ക് പറയുന്നത് പന്ത് തന്നെ തട്ടിക്കളിക്കുന്ന പന്ത് പോലെ ബോള് പോലെ ഉണ്ടെന്നൊക്കെയാണ്. ഒന്ന് ചെറിയതാണ്, നമുക്കിനി ഓരോന്നോരോന്ന് ഇട്ടാൽ മതി കേട്ടോ. 1 എണ്ണം വെച്ച് ഇത് ഫ്ലോപ്പായി. ഇത് കുഞ്ഞ് ഇതായി. നമ്മൾ തീ നല്ല സ്ലിമ്മിലിട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പം കറക്റ്റ് ബോൾ പോലെ കിട്ടും. ഒത്തിരി ഇതൊക്കെ കഴിഞ്ഞാൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഏകദേശം ഇത്ര സെറ്റായി. പെർഫെക്റ്റ്ലി നല്ല റൗണ്ട് ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ പറയുന്നത് തട്ടി കളിക്കുന്ന നമ്മളെ പല കളറുള്ള ബോൾ അല്ലേ, അതുപോലത്തെ. ഇതിപ്പോ ഒരു പീച്ച് കളർ. ഇനി നമുക്ക് ബാക്കി മസാലാസ് ഒക്കെ ഇനി സെറ്റ് ആക്കാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. നമ്മളിതാ ബോളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ബോളല്ല, പാനിപ്പൂരി സെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി 2ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു മിന്റ് ചട്നി ഉണ്ടാക്കാനാണ്. ഓൾറെഡി ഇതിൻ്റെ അകത്ത് പാക്കറ്റിൽ 2 ഇടം ഉണ്ട്. ഞാൻ പറഞ്ഞത് ഇത് ഫാമിലി പാക്കാണ്. ഫാമിലി പാക്ക് ആയതുകൊണ്ട് കുറേ വരും. അപ്പോൾ നമുക്ക് സാധാ മിനി പാക്കൊക്കെ ആണെങ്കിൽ 1 കിറ്റേ വരത്തുള്ളൂ. ഇപ്പോൾ ഫാമിലി പാക്ക് ആയതുകൊണ്ടാണ് 2 എണ്ണം വെച്ച് എല്ലാത്തിലും വന്നിട്ടുണ്ട്. 50 സെറ്റല്ലേ ഉണ്ടാക്കി. 50 സെറ്റിൻ്റെ കൂടെ 2 പാക്കാണ്. ഇതൊരു 3 ഗ്രാമിൻ്റെ ആണ് ഈ ഒരു മിന്റ് ചട്നി പേസ്റ്റ്. ഇത് ഒരു 250 ml വാട്ടർ ഇതിനകത്ത് ഒഴിച്ച് മിക്സ് ആക്കാനാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് പാക്ക് പൊട്ടിച്ച് ചെയ്യാം. അപ്പോൾ കൈ ശരീരത്തേക്ക് അത് പൊട്ടിച്ച് അവൾ ചെയ്യണമെന്ന് അവൾക്കൊരാഗ്രഹം. സോ അപ്പോൾ അവൾ ചെയ്യട്ടെ. അപ്പം നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന മിൻറ്റ് ചട്നി പേസ്റ്റാണ്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ കൊറിയാണ്ടർ, ഗ്രീൻ ചില്ലി, സോൾട്ട്, ബ്ലാക്ക് സോൾട്ട്, ജിഞ്ചർ, ലെമൺ ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയ ഒരു പേസ്റ്റാണ്. നമ്മൾ ആവശ്യമനുസരിച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക, അത്രേ വേണ്ടിയുള്ളൂ.
ഇതാണ് മിന്റ് ചട്നി പേസ്റ്റാണ്. നല്ലപോലെ മിക്സ് ആക്കണം. ഇതൊരു 3 ഗ്രാമിൻ്റെ സാധനമാണ്. ഇതിനകത്ത് 250 ml ആക്കി ഇട്ടേക്കണേ, വെള്ളം ആക്കി ഇട്ടേക്കുന്നു. നല്ലപോലെ മിക്സ് ആക്കാം. ഇനി ഇതിൽ മുക്കി വേണം നമ്മൾ കഴിക്കാൻ. ഗൈസ് കൊതിയാവുന്ന കഴിക്കാൻ വെക്കാം. വേഗം ആക്കോ. നല്ലപോലെ മിക്സ് ആക്കുക. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് മിക്സ് എന്ന് പറയുന്നത്. മിന്റ് ചട്നി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പാക്ക് 1 മിന്റ് ചട്നി റെഡിയാക്കി. ഇത് സെക്കൻഡ് പാക്ക് എന്ന് പറയുന്നത് ഇതാണ് സ്വീറ്റ് ടർമറിക് ഡേറ്റ് ചട്നിയാണ്. ഇതിലാണ് ഉപ്പും പുളിയും മധുരവും ഒക്കെ വരുന്നത്. അപ്പം ഇതും 60 ഗ്രാം വരുന്നുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ആക്കുക. ഇതാണ് അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ മിക്സ്. ഇതൊരു ഗുളുഗുളാന്നിരിക്കുന്നതാണ് ഒരു ചട്നി. നമുക്ക് ഗൈസ് അങ്ങനെ നമ്മുടെ പാനിപൂരിയിലെ രണ്ടാമത്തെ ചട്നിയായ നമ്മുടെ സ്വീറ്റ് ടാമറിക് ഡേറ്റ്സ് പേസ്റ്റ് അത് നമുക്കൊന്ന് ചട്നിയാക്കി മാറ്റാം. അപ്പം ഇതിലേക്ക് ഈ ഒരു പേസ്റ്റിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ ഷുഗർ, വാട്ടറുണ്ട്, കാർമഡ് ഉണ്ട്, പിന്നെ ഡേറ്റ്സ് ഉണ്ട്, സോൾട്ട് ഉണ്ട്, റെഡ് ചില്ലി പൗഡർ ഉണ്ട്. ഇതൊക്കെ മിക്സ് ആക്കിയ ഒരു പേസ്റ്റാണ് ഇത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒരു ഒരു ലിക്വിഡ് ഫോം ആക്കി നമുക്ക് എടുക്കാം. ഒഴിച്ച് നമ്മൾ മുക്കി കഴിക്കുന്ന ആ ഒരു സാധനമില്ലേ, ഇതാണ് നമ്മുടെ പാനിപൂരിയിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. നല്ല ഉപ്പും പുളിയും മധുരവും എല്ലാം കൂടി ഈ ഒരു സാധനത്തിലുണ്ട്. ഇതാണ് പാനിപൂരിയെ ഒരു പാനിപൂരി ആക്കി മാറ്റുന്ന ഒരു സാധനം. ഗൈസ് ഇതെൻ്റെ ഫേവറേറ്റ് സാധനമാണ്. ഇത് ഞാൻ തനിയെ കുടിക്കുന്നൊരു സാധനമാണ്. അത്ര ടേസ്റ്റാണ് ഈ സാധനം. ഇത് മൂന്നാമത്തെ സ്റ്റെപ്പാണ്. അപ്പം നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച പൊട്ടറ്റോ എന്ന് വെച്ചാൽ പുഴുങ്ങിയ പൊട്ടറ്റോ നമ്മൾ സ്മാഷ് ചെയ്ത് നല്ലപോലെ കുഴച്ച് ഉരുട്ടി വെച്ചേക്കാണ്. ഇതാണല്ലോ നമ്മുടെ ഇനിയും പാനിപൂരിയുടെ ഫില്ലിംഗ് ആയിട്ട് വരുന്നത്. അപ്പം ഇതിനകത്തോട്ട് ഈ ഒരു വലിയ സവോളയുടെ പകുതി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിനകത്ത് മിക്സ് ചെയ്യാണ്. ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് ദെൻ ഇനി നമ്മുടെ 4 or 5 സ്റ്റെപ്പ്, ഞാൻ എത്ര ഓർക്കുന്നില്ല എത്ര പറഞ്ഞത്. ഇതാണ് സീസണിങ് ആണ്. ഇത് നമ്മുടെ മാഷ് ചെയ്ത പൊട്ടറ്റോയിലേക്ക് ഇടേണ്ട സാധനമാണ്. ഇത് ഒരു മസാല കേട്ടോ. ഇതാ ഇങ്ങനെ നമ്മുടെ മാഗി മസാലയൊക്കെ പോലെ ഇരിക്കും. ഇത് നമ്മുടെ ഇതിനകത്തോട്ട് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ കൂട്ടി അങ്ങോട്ട് ഇളക്കാം. ഈ സീസണിങ്ങിലെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ റെഡ് ചില്ലി പൗഡർ ഉണ്ട്, സോൾട്ട് ഉണ്ട്, കൊറിയാണ്ടർ പൗഡർ ഉണ്ട്, ബ്ലാക്ക് സോൾട്ട് ഉണ്ട്, അതുപോലെ തന്നെ കാർമിക് പൗഡർ ഉണ്ട്. ഇതെല്ലാം കൊണ്ടാണ് ആ സീസണിങ് വരുന്നത് കേട്ടോ. ഉപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. ഞാൻ കുറച്ച് പുഴുങ്ങിയ സമയത്ത് നമ്മൾ സ്മാഷ് ചെയ്ത സമയത്ത് ഞാൻ ഓൾറെഡി കുറച്ച് ഉപ്പ് ഇട്ടു. പിന്നെ നിങ്ങൾക്കിനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ഇനി വേണമെങ്കിൽ ഉപ്പിടാം. ഞാൻ നോക്കിയില്ല. ഇനി മസാലക്കകത്ത് ഇനി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒന്നും കൂടി ഒന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് അങ്ങോട്ട് ഇടാം. നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. എല്ലാം നമ്മുടെ പൊട്ടറ്റോയിൽ എല്ലാത്തിലും ഈ മസാല അങ്ങോട്ട് നല്ലപോലെ പുരട്ടി അങ്ങോട്ട് ഇടണം. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മളിതാ പാനിപൂരി റെഡിയായി. ഇനി നമുക്കൊന്നുമില്ല. ഇനി ആ പാനിപൂരിയിലേക്ക് ഹോളിടുക, ഇതെല്ലാം മിക്സ് ചെയ്യുക, ഇടുക. അപ്പോൾ നല്ല എരിവുണ്ട് കേട്ടോ. എരിവുണ്ട്. നമുക്ക് ആവശ്യത്തിന് കുറച്ചും കൂടെ ഉപ്പ് ഞാൻ നോക്കിയായിരുന്നു ഇടുകയാണേ. എനിക്ക് കുക്കിംഗ് വീഡിയോ അത്ര വലിയ എക്സ്പേർട്ട് ഒന്നുമില്ല. എനിക്ക് എങ്ങനെ പറഞ്ഞു തരണ്ടേന്നൊന്നും എനിക്കറിയത്തില്ല. അതിൻ്റെ പോരാഴിക്കൊക്കെ കാണും. നിങ്ങൾ അത്ര കാര്യമാക്കണ്ടേ. പൂരി സെറ്റായി. ഇതാ മസാല സെറ്റായിട്ടുണ്ട്. മസാല സെറ്റായി. ഇതാ മിന്റ് ചട്നി സെറ്റായിട്ടുണ്ട്. പിന്നെ ഈ സ്വീറ്റ് കാർമിക് ഡേറ്റ് ചട്നി റെഡി ആയിട്ടുണ്ട്. നമ്മൾ 4 സംഭവം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു 3 പൂരി ഞാൻ മാറ്റി വെച്ചെന്നാന്ന് വെച്ചാൽ ഇതൊന്ന് പൊടിച്ച് ഒരു ക്രിപ്സിനെസ് കിട്ടാൻ വേണ്ടിയാണ്. നമ്മൾ കടിക്കുമ്പോൾ ക്രിപ്സിനെസ് കിട്ടാൻ വേണ്ടിയാണ്. നല്ല ഹാർഡായിട്ട് നമ്മൾ പറയണ പോലെ അല്ല, പൊട്ടിക്കാനൊക്കെ ഭയങ്കര ഹാർഡാണ്. ഇതും കൂടെ നമ്മൾ അതിനകത്തോട്ട് മിക്സ് ചെയ്യുന്നു. 3 എണ്ണം പക്ഷേ ഫ്ലോപ്പായ ഒരു ഇതാണ്. അതുകൊണ്ടാണ് ഫ്ലോപ്പായിട്ട് പോയ ബോളായതുകൊണ്ടാണ്. നമ്മുടെ മറ്റേ ഈ മിക്സർ പോലത്തെ സാധനമില്ല, അത് ഇതിനകത്ത് ഇല്ല. നമ്മളത് ഉണ്ടാക്കണമെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല അത് ഉണ്ടാക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇനി പാനിപൂരി തന്നെ പൊട്ടിച്ച് ആക്കാൻ വിചാരിച്ച്. കുറച്ചേ ഉള്ളൂ, മതിയാവും. കുറച്ചിട്ടാ പറയാം. ആൻഡ് ഫൈനലി ടടാ, അങ്ങനെ നമ്മുടെ പാനിപൂരി സെറ്റ് റെഡി.
ഗൈസ് അങ്ങനെ ഓൾമോസ്റ്റ് അല്ല ഫുൾ സെറ്റാക്കി ഇതാ നമ്മൾ അതിനകത്ത് ഫില്ല് ചെയ്യാനുള്ള പൊട്ടറ്റോയും ഒണിയനും പിന്നെ ആ സീസണിങ് മസാല സെറ്റാക്കി പിന്നെ ഇതാ മിന്റ് ചട്നി സെറ്റാക്കി അങ്ങോട്ട് കാണിക്കാൻ പറ്റത്തില്ല ഒഴുകി താഴെ പോകും. പിന്നെ കുറച്ച് ആ മിക്സർ പോലെ ഇരിക്കുന്ന ആ സാധനം നമുക്ക് ആ കിറ്റിൻ്റെ കൂടെ കിട്ടിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയോ, നമ്മുടെ ഈ ബോള് ഞാൻ പൊടിച്ച് കേൾക്കുകയാണ് ഇത് ഒരു കറൂറ ഫീൽ ഇട്ട്. പിന്നെ ഈ സ്വീറ്റ് ടർമൈഡ് ആൻഡ് ഡേറ്റ്സ് ഡേറ്റ്സ് സിറപ്പ് ചട്നി സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ബോളും സെറ്റാക്കി. വലിയ ബോളാണ്. അപ്പോൾ നമുക്കിത് ഓരോന്ന് ചെയ്ത് പോവാം. അത് തന്നെ ഈ ഒരു ബോൾ ഞാൻ എടുക്കാട് നമുക്കിത് ഇങ്ങനെ പൊട്ടിച്ച് കുറച്ച് മറ്റേ ആ ഇതിൻ്റെ തന്നെ ബോളിൻ്റെ തന്നെ നമ്മുടെ പൂരിയുടെ തന്നെ ആ പൊടിച്ച സാധനം ഇട്ടു. പിന്നെ ഇത് ഞാൻ കുറച്ച് ഏറെ എടുക്കുന്നുണ്ട്. നല്ല എരിവുണ്ട് കേട്ടോ, ആ സീസണിങ്ങിന് നല്ല എരിവുണ്ട്. ഇത് ഞാൻ കുറച്ച് കുത്തിക്കിറ്റാണ് ഗൈസ്. മിക്സറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു, പക്ഷേ അതില്ല. സാധനം നമ്മളുള്ളത് കൊണ്ട് ഓണം പോലെ. പിന്നെ ചട്നി എനിക്ക് അത്ര വലിയ പിടുത്തമില്ല, ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ. ഒരു 2 സ്പൂണ് നമുക്ക് കുത്തി കേക്കിടി വരാം. ഇങ്ങോട്ട് വെക്കുക. ഓക്കെ. ഇനി ഈ സാധനമാണ് എനിക്ക് അവർക്കും ഇഷ്ടപ്പെട്ടത്. പിന്നെ സ്വീറ്റ് ടർമൈഡ് ആൻഡ് ഡേറ്റ് ചട്നി ഇതിനകത്തോട്ട് ഒഴിക്കാം. നല്ലപോലെ ഫില്ലാണ്. ഇത് കുതിരുന്നതിന് മുമ്പ് നമ്മൾ കഴിക്കണമെന്നാണ്. അടിപൊളി. ഞാൻ കടയിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ഫീല് ഇതിനുണ്ട് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് കടയിൽ പോലെ അത്രയൊക്കെ ആവുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. കടയിൽ നമ്മൾ കഴിക്കുന്ന ആ ഒരു ഫീല് വീട്ടിലുണ്ടാക്കുമെന്ന് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതിനും കിടിലം കാണാം. സൂപ്പർ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അല്ലേ? അടിപൊളി. പ്രത്യേകിച്ച് ഈ സിറപ്പാണ് കിടിലം. സ്വീറ്റ് ടർമൈഡ് മസാല. ഈ എരിവ് ഞാൻ പറഞ്ഞ സീസണിങ്ങിൻ്റെ ആ എരിവും പുളിയും മിന്റും എല്ലാം കൂടെ നല്ല ബാലൻസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ കിടിലം. എനിക്ക് ഇഷ്ടപ്പെട്ടത്. നല്ലല്ലേ? നല്ല എരിവ് അത്ര ഒരു എക്സ്ട്രീം എരിവൊന്നും അല്ല കേട്ടോ. അത്യാവശ്യം നോർമൽ എരിവും ആ ഒരു പുളിയും ഉപ്പും കിടിലം. എനിക്ക് ഇഷ്ടപ്പെട്ടു. 50 എണ്ണമാണ് ആ കിറ്റിനകത്ത് ഉണ്ടായിരുന്നത് കേട്ടോ. 50 പൂരിയായിരുന്നു. ഞാൻ 20 അല്ലേ എടുത്തത്. 20 കൂടുതൽ എടുത്തെന്ന് തോന്നുന്നു. കാരണം കുറെ എണ്ണം ഫ്ലോപ്പായി. ഇത്രയും വലുതായിട്ടൊന്നും വരുന്നില്ല, ചെറിയതായിട്ടേ വരുന്നുള്ളായിരുന്നു. ഏതായാലും മൊത്തത്തിൽ കിടിലം ഗൈസ്. വെച്ചേ ആ സീസണിങ് ഒരു രക്ഷയില്ല. സീസണിങ് കൊള്ളാം. നമ്മൾ കുറേ 2 പൊട്ടറ്റോ ഞാൻ എടുത്തു. അത്താഴത്തിൻ്റെ ആവശ്യമില്ലായിരുന്നോ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അവസാനം പക്ഷേ ഇതിനകത്തൊന്നും കാണത്തില്ലായിരിക്കും, അത് വേറെ കാര്യം. ഞങ്ങളുടെ വീട്ടിൽ അതെ, നമ്മൾ എന്തുണ്ടാക്കിയാലും നമ്മൾ തിന്ന് തീർക്കും. എത്ര ഇതിനകത്തൊന്ന് മുക്കിയെടുക്കാം. മുക്കിയെടുക്കട്ടെ. കിടിലം. ഇങ്ങനെ ക്രിസ്മസ് കിട്ടുന്നുണ്ട് ഇല്ലേ? സൂപ്പർ ഗൈസ്. എനിക്ക് ഒത്തിരി എരിവ് കഴിക്കാൻ പറ്റിയത്. എനിക്ക് അപ്പോഴേക്കും മൂക്കും കണ്ണും ഒലിച്ചിറങ്ങും എനിക്ക്. ഇഷ്ടമല്ല. എനിക്ക് ഓൾറെഡി പാനിപൂരി ഇഷ്ടമുള്ളവർ പാനിപൂരി അടിക്ക് ഇത് വാങ്ങി കഴിച്ചോ. കിടിലം സാധനമാണ്. കിടിലാണ്. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. 75 രൂപ എങ്ങാണ്ടേ ഉള്ളൂ അല്ലേ? 75 രൂപ എങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ ആ കിറ്റിന്. 25.
75 പറഞ്ഞത്. ഞാൻ 25 കഴിട്ടെ. 25 രൂപയ്ക്കൊക്കെ ലാഭമാണ് ഗൈസ്. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാനൊക്കെ വലിയ മെനക്കേടായിട്ടൊന്നുമില്ല. ചുമ്മാ കുത്തിയിരുന്നു. എല്ലാം റെഡിമെയ്ഡ് ആയിട്ടുള്ള ഇതായതുകൊണ്ട് സാധനം കിടിലമാണ്. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ കുറേ കഴിച്ചു. അപ്പോൾ നല്ലപോലെ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആട് കിടന്നൊക്കെ ഒരു കൂടെ പോലും ഇല്ലാത്ത അവസ്ഥയാണ് നമ്മളിവിടെ ഇരുന്നാണ് കഴിച്ചത്. അപ്പോൾ ഞാൻ ഈ കയ്യിൽ കുറച്ച് പൂരിയും കൂടെ ഉണ്ട്. അത് അമ്മയ്ക്കും കൊണ്ട് കൊടുക്കുക. അവർ കഴിക്കുമെന്ന് എനിക്കറിയത്തില്ല. അമ്മമ്മ കഴിക്കാൻ ചാൻസ് കുറവാണ്. എനിക്ക് അറിഞ്ഞുകൂടാ, നോക്കാം. അവർക്ക് കൊണ്ട് കൊടുത്തിട്ട് അവർ റിയാക്ഷൻസ് നോക്കാം. നമുക്ക് അമ്മയ്ക്ക് ഒന്ന് കൊടുത്ത് നോക്കിയിട്ട് റിയാക്ഷൻസ് നോക്കാം. വേഗം വായിലിട്ടോ. എങ്ങനെയുണ്ട്? കൊള്ളാവോ? പുളിയാ. പുളിയും എരിവില്ലേ? കൊള്ളാവോ? സൂപ്പറാണ്. സൂപ്പർ. ഒന്നുകൂടെ വേണം? വേണ്ട. ശരി, നമുക്ക് അമ്മമ്മയ്ക്ക് കൊണ്ടു. അമ്മമ്മ കഴിക്കും. പെയ്യും. അമ്മമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാം ഗൈസ് പാനിപൂരി. വായില് മൊത്തം വായിലിട്. ഞാൻ കിട്ടോ? കൊള്ളാവോ? പുളി എരിവ് എല്ലാം ഉണ്ടോ? നല്ലതാണോ? ഇങ്ങോട്ട് നോക്കി പറ. സൂപ്പർ. ഈ വെള്ളം കിടക്കുന്നത് അത് ചട്നിയാണ്. മിന്റ് ചട്നിയും പിന്നെ സ്വീറ്റ് പുളിയും ഈന്തപ്പഴം എല്ലാം കൂടെ ഉള്ള ചാറ്. അതാണിത്. ഇനി ആർക്കും വേണ്ടല്ലേ? കിടിലം ഗൈസ്. അതിൻ്റെയാണ് അതൊക്കെ ഇങ്ങോട്ട് ഗൈസ്. ഞാൻ കുഞ്ഞാണ്, അതുകൊണ്ടാണ് എനിക്ക് സ്നേഹം ഉള്ളതുകൊണ്ടാണ് എൻ്റെ ചേച്ചി തരുന്നത്. ഇല്ല ഗൈസ്, നമുക്ക് ഞാൻ കൊടുക്ക മാട്ടേ. ഗൈസ് അടിപൊളിയാടാ. സൂപ്പർ സാധനം. തിരിക്കുന്ന പൊന്നാ ഗൈസ്. അങ്ങനെ നമ്മുടെ പാനിപൂരി കുക്കിംഗ് വീഡിയോ കഴിഞ്ഞു. അപ്പോൾ കിടിലാണ് ഗൈസ്, അടിപൊളി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഉണ്ടാക്കി കേട്ടോ. ബൈ.